ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പോളിനേഷൻ ആയിരുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പോളിനേഷൻ നടക്കണമെങ്കിൽ സെൽഫ് പോളിനേഷൻ ഒഴികെ അഥവാ ഓട്ടോഗമി ഒഴികെ ഗീറ്റോഗമിയും സീനോഗമിയും നടക്കണമെങ്കിൽ ഒരു ഏജന്റ് വേണം. ആ ഏജന്റിന്റെ സഹായത്തോടു കൂടിയാണ് പോളിനേഷൻ നടക്കുന്നത്. ഏജന്റ്സ് 5 ടൈപ്പ്. ചില പ്ലാന്റ്സില് വാട്ടർ ഒരു ഏജന്റായി ആക്ട് ചെയ്യാറുണ്ട്. വാട്ടർ ഏജന്റ് ആണെങ്കിൽ ആ പോളിനേഷനെ അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രോഫിലി എന്നറിയപ്പെടുന്നത്. The pollination is called hydrophilia. വാട്ടർ ഏജന്റ് ആണെങ്കിൽ അറിയപ്പെടുന്ന പേര് ഹൈഡ്രോഫിലി എന്നും, സപ്പോസ് വിൻഡ് ഒരു ഏജന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അനിമോഫിലി എന്നും, ഇനി ഇൻസെക്ട് ഒരു ഏജന്റായി ആക്ട് ചെയ്യുകയാണെങ്കിൽ എൻഡോമോഫിലി എന്നും, നെക്സ്റ്റ് ബേർഡ്സ് ഒരു ഏജന്റായി ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓർണിത്തോഫിലി. സപ്പോസ് അനിമൽസ് ഒരു ഏജന്റായി ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സൂബിലി എന്നും അറിയപ്പെടും. അങ്ങനെ 5 ടൈപ്പ് പോളിനേഷൻ. വാട്ടർ ഏജന്റ് ആണെങ്കിൽ ഹൈഡ്രോഫിലി എന്നും, വിൻഡ് ഏജന്റ് ആണെങ്കിൽ അനിമോഫിലി എന്നും, ഇൻസെക്ട് ഏജന്റ് ആണെങ്കിൽ എൻഡോമോഫിലി എന്നും, ബേർഡ്സ് ഒരു ഏജന്റായി ആക്ട് ചെയ്യുകയാണെങ്കിൽ ഓർണിത്തോഫിലി എന്നും, അനിമൽസ് ഒരു ഏജന്റ് ആണെങ്കിൽ അതിനെ സൂബിലി എന്നും അറിയപ്പെടും. അങ്ങനെ 5 ടൈപ്പ് പോളിനേഷൻ. അതില് നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 ടൈപ്പ് പോളിനേഷൻ ആണ്: ഹൈഡ്രോഫിലി, അനിമോഫിലി ആൻഡ് എൻഡോമോഫിലി. അങ്ങനെ 3 ടൈപ്പ് പോളിനേഷൻ. ഓക്കേ, നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം അനിമോഫിലി മീൻസ് വിൻഡ് പോളിനേഷൻ. രണ്ടാമത്തേത് ഹൈഡ്രോഫിലി മീൻസ് വാട്ടർ. മൂന്നാമത്തേത് എൻഡോമോഫിലി ഇൻസെക്ട്. 3 പേരുടെയും ഫീച്ചേഴ്സ് ആണ്, ഫ്ലോറൽ ഫീച്ചേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫ്ലോറൽ ഫീച്ചേഴ്സ്. അതിൽ ഏറ്റവും ആദ്യം അവരുടെ ഫ്ലവർ എങ്ങനെയുള്ളതായിരിക്കണം അതിനെ കുറിച്ച് പഠിക്കാം. ഫ്ലവർ അനിമോഫിലി ആണെങ്കിൽ ഹൈലി എക്സ്പോസ്ഡ് ആയിരിക്കണം. തുറന്നിരിക്കുന്നതായിരിക്കണം. exposed stigmas and exposed anthers has to be present. അവിടെ തുറന്നിരിക്കുന്നത് വിടർന്നിരിക്കുന്ന പൂക്കളായിരിക്കണം അനിമോഫിലിയിൽ കാണപ്പെടേണ്ടത്. ഇനി ഹൈഡ്രോഫിലി ആണെങ്കിലോ ഹൈഡ്രോഫിലിയും എക്സ്പോസ്ഡ് ആയിരിക്കണം. ഒരു വാക്സി കോട്ടിംഗ് വേണം. അതിനു വേണ്ടിയാ വാക്സി കോട്ടിംഗ്. കാരണം ജലത്തിലല്ലേ കിടക്കുന്നത്. ജലത്തിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്താ വേണ്ടാം, അഴുകിപ്പോകാം. അങ്ങനെ അഴുകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അതിനൊരു വാക്സി കോട്ടിംഗ് ആവശ്യമാണ്. അതാണ് എക്സ്പോസർ വാക്സി കോട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻസെക്ട് ആണെങ്കിലോ ഇൻസെക്ടിന്റെ ആദ്യ ഫീച്ചർ അത് തന്നെയാണ്, എക്സ്പോസ്ഡ് ആണ്, വിടർന്നിരിക്കുന്നവയാണ്, എക്സ്പോസ്ഡ് ആണ്. രണ്ടാമത്തേത് അത് കൂടാതെ ഹൈലി കളേർഡ് ആയിരിക്കണം. ബ്രൈറ്റ്ലി കളേർഡ്. എന്തുകൊണ്ടാ? നല്ല നിറം വേണം. നല്ല നിറം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസെക്റ്റുകൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ. ഹൈലി കളേർഡ് ആയിരിക്കണം, ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ബ്രൈറ്റ്ലി കളേർഡ്, അട്രാക്റ്റീവ്. അത് അട്രാക്റ്റീവ് എന്ന് എടുത്തു പറയാൻ കാര്യം അറിയാമോ? ഒരു ഓർക്കിഡ് ഉണ്ട് നമ്മുടെ ഈ മെഡിറ്ററേനിയൻ റീജിയൻസിൽ കാണപ്പെടുന്നതാണ്. ആ ഓർക്കിഡിന്റെ പ്രത്യേകത അതിന്റെ ഒരു മോത്തിന്റെ മെയിലുണ്ട്, അതിന് ഫീമെയിലും ഉണ്ട്. മോത്തിന് നിശാചരം, അതിന് മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഇവിടെ ഫീമെയിലിന്റെ രൂപത്തിലാണ് ആ ഫ്ലവർ കാണപ്പെടുന്നത്, ആ ഓർക്കിഡ് കാണപ്പെടുന്നത്. ഫീമെയിലിന്റെ അതേ രൂപത്തിലാണ് ഓർക്കിഡ് കാണപ്പെടുന്നത്. അപ്പൊ ഇത് മെയില് വിചാരിക്കും ഈ ഫ്ലവറിനെ കണ്ടിട്ട് അതിന്റെ ഫീമെയിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ മെയില് ആ ഫ്ലവറിലേക്ക് പറന്നു വന്ന് അവിടെ ഒന്ന് പോപ്പുലേഷൻ നടക്കും. പക്ഷെ യഥാർത്ഥ പോപ്പുലേഷൻ ആണോ? യഥാർത്ഥ പോപ്പുലേഷൻ ആണെങ്കിൽ ഈ ഫ്ലവർ ഫീമെയിൽ ആയിരിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ഇൻസെക്ട് ആണ് പറന്നു വരുന്നത്. ഇത് ഫീമെയിൽ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ മെയിൽ ഇൻസെക്ട് അങ്ങോട്ടേക്ക് പറന്നു വരുന്നത്.
പക്ഷെ അവിടെ യഥാർത്ഥ കോപ്പുലേഷൻ നടക്കില്ല. അതിന് വിളിക്കുന്ന പേരാണ് സ്യൂഡോ പോപ്പുലേഷൻ എന്ന് അറിയപ്പെടും. അപ്പൊ അട്രാക്റ്റീവ് ആയിരിക്കണം, ഹൈലി അട്രാക്റ്റീവ്. അതേപോലെ തന്നെ ചില പ്ലാന്റ്സ് എഗ് ലേ ചെയ്യാനുള്ള പ്ലേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മുട്ട ഇടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം പ്ലേസ് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അമോർഫോഫാലസ്. അമോർഫോഫാലസ് നമ്മുടെ ചേന എന്ന് പറയത്തില്ലേ, ചേനയുടെ പൂ നോക്കിയാൽ മതി, വലിയ പൂവാണ്. അത്രയും വലിയ പൂവായതുകൊണ്ട് തന്നെ ഇൻസെക്ട് ഒക്കെ അങ്ങോട്ടേക്ക് പറന്നു വരും. എന്തിനു വേണ്ടിയാ? അതിനകത്ത് മുട്ടയിടുന്നതിന് വേണ്ടി, എഗ് ലേ ചെയ്യാൻ വേണ്ടി പറന്നു വരും. ഓക്കെ, ഇനി മറ്റു ചിലരുണ്ട്, യൂക്ക എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. യൂക്ക പ്ലാന്റ് മോത്ത്, ഒരു ശലഭം. ഇതിന്റെ പ്രത്യേകത ഈ മോത്ത് മുട്ടയിടുന്ന ഏത് പ്ലാന്റിൽ മാത്രം? യൂക്ക പ്ലാന്റിൽ മാത്രം. അപ്പൊ മോത്ത് എവിടെ മാത്രമേ മുട്ട ഇടുകയുള്ളൂ? യൂക്ക പ്ലാന്റില്. ഈ മുട്ട ഇടുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് യൂക്ക പ്ലാന്റിന്റെ പോളിനേഷൻ നടക്കും. അപ്പൊ ഒരേ സമയത്ത് യൂക്ക പ്ലാന്റിന്റെ മോത്തിന് എഗ് ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂക്ക പ്ലാന്റിന്റെ പോളിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്ക് ഗുണമുണ്ടായില്ലേ? ഇതൊക്കെ ബ്രൈറ്റ്ലി കളർ ആയിട്ടുള്ള എൻഡോമോഫിലസ് ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി അടുത്തത് അവരുടെ പോളൻ ഗ്രെയിൻസിലേക്ക് വരാം. പോളൻ ഗ്രെയിൻസ് എങ്ങനെയുള്ളതായിരിക്കണം? അനിമോഫിലിയിലെ പോളൻ ഗ്രെയിൻസ് വെയിറ്റ്ലെസ് ആയിരിക്കണം. വെയിറ്റ്ലെസ് എന്ന് വെച്ചാൽ എന്താ? ഭാരം കുറഞ്ഞതായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പോളൻ ഗ്രെയിന് ഒരു കിലോ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 1 കിലോഗ്രാം വെയിറ്റ് ഉള്ള പോളൻ ഗ്രെയിന് കാറ്റത്ത് പറന്നു പോകാൻ പറ്റുമോ? പറന്നു പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് വെയിറ്റ്ലെസ് ആയിരിക്കണം, ഭാരം കുറവുള്ളതായിരിക്കണം. ഹൈഡ്രോഫിലിയം അങ്ങനെ തന്നെ വെയിറ്റ്ലെസ് ആയിരിക്കണം, ഭാരം കുറവുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ വെള്ളത്തിൽ ഒഴുകി നടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒഴുകി പോകണമെന്നുണ്ടെങ്കിൽ വെയിറ്റ്ലെസ് ആയിരിക്കണം. മറ്റൊന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ഇൻകോൺസ്പിക്വസ് ആയിരിക്കണം. ഇൻകോൺസ്പിക്വസ് എന്ന് വെച്ചാല് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കണം. കാരണം വെള്ളത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ അതിനെന്തിപ്പെടാം? ബാക്കി പ്രഡേറ്റേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ പ്രഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇൻകോൺസ്പിക്വസ് ആയിരിക്കണം, പെട്ടെന്ന് തിരിച്ചറിയുവാൻ പറ്റാത്തവയായിരിക്കണം, ഇൻകോൺസ്പിക്വസ്. ഇനി എൻഡോമോഫിലിയം അതേപോലെ തന്നെ വെയിറ്റ്ലെസ് ആയിരിക്കണം. വെയിറ്റ്ലെസ് ആയിരിക്കും. അതേപോലെ തന്നെ ആ വെയിറ്റ്ലെസ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻസെക്ട് വരുന്ന സമയത്ത് തൊട്ട് പിടിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഫ്രാഗ്രൻസ് നോക്കാം. ഫ്രാഗ്രൻസ് അനിമോഫിലസ് ഫ്ലവേഴ്സിനകത്ത് ഫ്രാഗ്രൻസിന്റെ ആവശ്യമുണ്ടോ? വിൻഡ് പോളിനേഷൻ ആണ് നടക്കുന്നത്, അതിന് ഫ്രാഗ്രൻസിന്റെ ആവശ്യമുണ്ടോ? മണത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഫ്രാഗ്രൻസ് ഇവിടെ വേണ്ട. ഹൈഡ്രോഫിലിയിലാണെങ്കിലോ ഫ്രാഗ്രൻസ് ആവശ്യമുണ്ടോ? വാട്ടറില് മണത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇൻസെക്ട് പോളിനേഷനകത്ത് ഫ്രാഗ്രൻസ് നമുക്ക് ആവശ്യമാണ്, കാരണം ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ. ഇനി മറ്റൊന്ന് നെക്ടർ നോക്കാം. നെക്ടർ ആവശ്യമില്ല, പക്ഷെ എവിടെ ആവശ്യമുണ്ട്? എൻഡോമോഫിലിയില് നെക്ടർ, തേൻ അവിടെ ആവശ്യമുണ്ട്. കാരണം ചില പ്ലാന്റ്സ് ഒക്കെ ആ വരുന്ന ഇൻസെക്റ്റുകൾക്ക് നറിഷ്മെന്റിന് വേണ്ടിയാണ് ഈ നെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും വേണം. ഇനി സ്റ്റിഗ്മയിലേക്ക് വരാം. സ്റ്റിഗ്മ എങ്ങനെയുള്ളതായിരിക്കണം? സ്റ്റിഗ്മ സ്റ്റിക്കി ആയിരിക്കണം, ഒട്ടിപ്പിടിക്കുന്നതായിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫെദറി ആയിരിക്കണം. ഫെദറിയുടെ മീനിങ് എന്താ? സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുകയാണ്. ഫെദറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസ് കാറ്റത്ത് ഇങ്ങനെ പറന്നു വരികയില്ലേ, കാറ്റത്ത് പറന്നു വരുന്ന പോളൻ ഗ്രെയിൻസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഫെദറി സ്റ്റിഗ്മ. ഇപ്പൊ നിങ്ങള് +1 ഒരു റൂട്ട് പഠിച്ചു കാണും. ജിംനോസ്പേംസിൽ കാണപ്പെടുന്ന കോറലോയിഡ് റൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഹൈലി കോയിൽഡ് റൂട്ട്, നല്ല രീതിയിൽ ചുരുണ്ടിരിക്കുന്ന റൂട്ട്സ്, ഹൈലി കോയിൽഡ്. നമ്മൾ വേറെ കാര്യം പഠിച്ചിട്ടുണ്ട്, ചില കുട്ടികളുടെ മുടിയൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ചുരുണ്ട മുടിയായിരിക്കും. അവര് മുടിയിലൊക്കെ ചീപ്പ് കയറി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല, ആ രീതിയിൽ ചുരുണ്ട മുടിയുള്ള കുട്ടികളുണ്ട്. അതേപോലെയാണ് ഇവരുടെ സ്റ്റിഗ്മ. നല്ല രീതിയിൽ കോയിൽഡ് ആയിരിക്കണം, ഫെദറി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് പോളൻ ഗ്രെയിൻസ് വന്നാൽ പിന്നെ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റിക്കി ആയിരിക്കണം, ഫെദറി ആയിരിക്കണം. ഹൈഡ്രോഫിലിയം എന്ന് തന്നെയാണ്, സ്റ്റിക്കി ആയിരിക്കണം, എക്സ്പോസ്ഡ് ആയിരിക്കണം.
സ്റ്റിക്കി ആയിരിക്കണം, എക്സ്പോസർ പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കണം. എൻഡോമോഫിലിയും അതേപോലെ തന്നെ സ്റ്റിക്കി ആൻഡ് എക്സ്പോസ്ഡ്. സ്റ്റിക്കി ആൻഡ് എക്സ്പോസ്ഡ്. ഓക്കേ, ഇതാണ് ഫ്ലോറൽ ഫീച്ചേഴ്സ്. അതിന്റെ എക്സാമ്പിളുകൾ നോക്കിക്കൊള്ളുക. മെയ്സ്, കോക്കനട്ട്, കാനാബിസ്. മെയ്സ് അറിയാമല്ലോ, കോക്കനട്ട് അറിയാമല്ലോ, കാനാബിസ് എന്ന് വെച്ചാൽ കഞ്ചാവ്. ഓക്കേ, നെക്സ്റ്റ് ഹൈഡ്രോഫിലസിനകത്ത് ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ. ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ മൂന്നെണ്ണം. എൻഡോമോഫിലിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി സൺഫ്ലവർ പഠിക്കുക. സൺഫ്ലവർ ആൻഡ് കളേർഡ്, ഓൾ കളേർഡ് ഫ്ലവേഴ്സ്. ഓൾ കളേർഡ് ഫ്ലവേഴ്സ്, എല്ലാ നിറമുള്ള പൂവുകൾ. ഓക്കേ, എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. എക്സാമിന് ഒരിക്കലും വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഹൈഡ്രോഫിലസ് പോളിനേഷൻ പ്ലാന്റ്സ് അങ്ങനൊന്നുമല്ല ചോദിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നത് ഈ മൂന്ന് എക്സാമ്പിൾ വീതം തന്നില്ലയോ, മൂന്ന് പേർക്കും മൂന്ന് എക്സാമ്പിൾ വീതം തന്നിട്ടുണ്ട്. അനിമോഫിലി ആണെങ്കിൽ മെയ്സ്, കോക്കനട്ട്, കാനാബിസ്. ഹൈഡ്രോഫിലസ് ആണെങ്കിൽ ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ. എൻഡോമോഫിലി ആണെങ്കിൽ സൺഫ്ലവറും ബാക്കി നിറമുള്ള എല്ലാ പൂക്കളും. അങ്ങനെ എക്സാമ്പിൾ തന്നു. എക്സാമിന് ചോദിക്കുന്നത് ഈ എക്സാമ്പിൾ ഏതെങ്കിലുമൊക്കെ തരും. എക്സാമ്പിൾ തന്നിട്ട് റൈറ്റ് ദി floral features of the following. Write the floral features of the following based on pollination. Based on pollination. Write the floral features of the following based on pollination. ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്നത്. സപ്പോസ് സൺഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം എഴുതണം. The flower has to be exposed, colored and high attractive. എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അമോർഫോഫാലസും യൂക്കാൻഡും മൊത്തം എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ പോളനൈസ് ഹാവ് ടു ബി വെയിറ്റ്ലെസ്, ഫ്രാഗ്രൻസ് വേണം, നെക്ടർ വേണം, സ്റ്റിഗ്മ സ്റ്റിക്കി ആയിരിക്കണം, എക്സ്പോസ്ഡ് ആയിരിക്കണം. ഇതാണ് ഫ്ലോറൽ ഫീച്ചേഴ്സ് എന്ന അത്. ഓക്കേ, ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസിൽ പറഞ്ഞ ക്ലിയർ ആണോ? ഇത് പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾ ചേർത്ത് വെച്ചേ പഠിക്കാവൂ. കാരണം എക്സാമിന് എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? കാനാബിസ്, വാലിസ്നേറിയ, സൺഫ്ലവർ മൂന്നും തന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി ഫ്ലോറൽ ഫീച്ചേഴ്സ് ഓഫ് ദി പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ പോളിനേഷൻ. അങ്ങനെയാണ് ചോദിച്ചത്. വാട്ട് ആർ ദി ഫ്ലോറൽ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് based on pollination. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സപ്പോസ് കാനാബിസ് ആണെന്നുണ്ടെങ്കിൽ കാനാബിസ് ഏത് പോളിനേഷൻ ആണെന്ന് പറയണം. ഇത് അനിമോഫിലസ് പോളിനേഷൻ ആണ്, അനിമോഫിലി, അത് പറയണം. അതിനുശേഷം മാത്രമേ ഈ ഫീച്ചേഴ്സ് പറയാവൂ. ഇനി സപ്പോസ് വാലിസ്നറി ആണെങ്കിൽ അതിന്റെ പോളിനേഷൻ പറയാം, ഹൈഡ്രോഫിലി, എന്നിട്ട് ഫ്ലോറൽ ഫീച്ചേഴ്സ്. മൂന്നാമത്തേത് സൺഫ്ലവർ, അതിന്റെ ഫ്ലോറൽ ഫീച്ചേഴ്സ്. ഓക്കേ, അതിനകത്ത് എക്സാമ്പിൾ ആയി ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് അമോർഫോഫാലസ്, എന്തിനു വേണ്ടിയാ? they give അല്ലെങ്കിൽ they provide shelter. രണ്ടാമത്തേത് they provide places for egg laying, മുട്ടയിടുന്നതിന് വേണ്ടിയും സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് യൂക്ക ആൻഡ് മോർ, അതും മറന്ന് ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കേ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തതായി ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ പറഞ്ഞില്ലേ? അതിൽ വാലിസ്നേറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഇനി പറയുവാൻ പോകുന്നത്. വാലിസ്നേറിയ
Okay, Vallisneria, pollination in Vallisneria. ചെറിയൊരു ടോപ്പിക്കാണ് Vallisneria. ജസ്റ്റ് ഒന്ന് നോക്കി. Okay, Vallisneria അറിയപ്പെടുന്നത് ഒരു ഹൈഡ്രോഫിലസ് പ്ലാന്റ് ആണ്. ഹൈഡ്രോഫിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിലെ വാട്ടർ പോളിനേഷൻ നടക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പ്രത്യേകത Vallisneria is a dioecious plant. Vallisneria is a dioecious. Dioecious എന്ന് വെച്ചാൽ മെയിൽ വേറെ ഫീമെയിൽ വേറെ സെപ്പറേറ്റ് ആയി കാണും. ഇത് അക്വാട്ടിക് ഹാബിറ്റ് ആണ്. വാട്ടർ ആണ് ഈ മാർക്ക് ചെയ്യുന്നത്. ഓക്കേ, അക്വാട്ടിക് ഹാബിറ്റാറ്റിലെ ഒരു ഡയോഷ്യസ്. ഡയോഷ്യസ് എന്ന് വെച്ചാൽ മെയിൽ പ്ലാന്റ് വേറെ ഫീമെയിൽ പ്ലാന്റ് വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുവാൻ സാധിക്കും. അതില് ഇതാണ് മെയിൽ പ്ലാന്റ്. മെയിൽ ഇതാണ് ഫീമെയിൽ പ്ലാന്റ്. മെയിലും ഫീമെയിലും. ഓക്കെ, അതില് മെയിൽ പ്ലാന്റിന്റെ പ്രത്യേകത മെയിൽ പ്ലാന്റിന്റെ സ്റ്റോക്ക് വളരെ ചെറുതാണ്. തണ്ട് വളരെ ചെറുതാണ്. തണ്ട് ചെറുതായതുകൊണ്ട് ഈ മെയിൽ ഫ്ലവർ അതെന്തിയപ്പെടും, അത് വാട്ടറിൽ എംബഡ് ചെയ്ത് കിടക്കുകയാണ്, മുങ്ങിക്കിടക്കുകയാണ്. വാട്ടറിൽ എംബഡ് ചെയ്ത് കിടന്നിട്ട് ഇതിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ വാട്ടറിലേക്ക് ലിബറേറ്റ് ചെയ്യും. വാട്ടറിൽ മുങ്ങിക്കിടക്കുകയും അതിന്റെ മെയിൻ ഫ്ലവറിൽ നിന്നും പോളൻ ഗ്രെയിൻസിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഇതാണ് പോളൻ ഗ്രെയിൻസ്. ഇതാണ് മുകളിലേക്ക് പോകുന്ന പോളൻ ഗ്രെയിൻസ്. എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസ് വാട്ടർ മുകളിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും, ഒഴുകി നടക്കും. അത് മെയിൽ പ്ലാന്റിന്റെ പ്രത്യേകത. ഇനി ഫീമെയിലേക്ക് വരാം. ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റോക്ക് അത് റിബൺ ഷേപ്പിലാണ്. ഫീമെയിൽ സ്റ്റോക്ക് റിബൺ അറിയപ്പെടുന്ന റിബൺ ഷേപ്പിലാണ്. സ്റ്റോക്ക് എന്നറിയപ്പെടുന്നത് റിബൺ ഷേപ്പിലാണ്. റിബൺ ആകൃതിയിൽ കാണപ്പെടും. എന്നിട്ട് അതിന്റെ സ്റ്റിഗ്മ അക്വാട്ടിക് ഹാബിറ്റാറ്റിന്റെ ഏറ്റവും ടോപ്പിൽ, ഇതാണ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്, അതിന്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കും, വിടർന്നിരിക്കും വാട്ടറിന്റെ ഏറ്റവും മുകളില്. അപ്പൊ താഴെയുള്ള പ്ലാന്റ് എവിടെ വരെ കാണപ്പെടും? അത് മുകളിൽ അക്വാട്ടിക് ഹാബിറ്റാറ്റില്. എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അതിനകത്ത് കോമ്പിനേഷൻ ആണ്. അപ്പൊ ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റോക്ക് എലോങ്ങേറ്റഡ് ആണ്, റിബൺ ഷേപ്ഡ് ആണ്. ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റോക്ക് എലോങ്ങേറ്റഡ് ആണ്, റിബൺ ഷേപ്ഡ് ആണ്. അതിന്റെ സ്റ്റിഗ്മ ഹൈലി എക്സ്പോസ്ഡ് ആണ്. സ്റ്റിഗ്മ ഹൈലി എക്സ്പോസ്ഡ്, വിടർന്നിരിക്കുകയാണ്. ഇനി പോളൻ ഗ്രെയിൻസോ മെയിൽ ഫ്ലവർ എന്നറിയപ്പെടുന്നത്, മെയിൽ ഫ്ലവർ ചെറുതാണ്, വെള്ളത്തിൽ വാട്ടറിൽ എംബഡ് ചെയ്ത് കിടക്കുകയാണ്, മുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. മുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അതിന്റെ പോളൻ ഗ്രെയിൻസിന്റെ പ്രത്യേകത എന്താ? പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്ത് വാട്ടറിന്റെ ടോപ്പില് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. ആ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് സ്റ്റിഗ്മയുമായിട്ട് കമ്പൈൻ ചെയ്യുകയും അവിടെ വെച്ച് പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നു. ഇതാണ് പോളിനേഷൻ ഇൻ വാലിസ്നേറിയ എന്ന് അറിയപ്പെടും. പോളിനേഷൻ ഇൻ വാലിസ്നേറിയ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇന്ന് പഠിച്ചതിനകത്ത് ആദ്യം പഠിച്ചത് ഏജന്റ്സ് ഓഫ് പോളിനേഷൻ ആയിരുന്നു. രണ്ടാമത് പഠിച്ചത് വാലിസ്നേറിയയുടെ പോളിനേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ 3 ഏജന്റും പറഞ്ഞു, രണ്ടാമത്തെ വാലിസ്നേറിയയുടെ പോളിനേഷൻ സെപ്പറേറ്റ് പറഞ്ഞു. ഓക്കെ, ഇത് കൂടാതെ ചില പ്ലാന്റ്സില് നമ്മൾ പോളിനേഷൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് നടത്തുന്നത്. ആരാ നടത്തുന്നേ? നമ്മളാണ് പോളിനേഷൻ നടത്തുന്നത്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തും. എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നത്? കാരണം ചില പ്ലാന്റ്സിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടണം. നമുക്ക് ഡിസൈനബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ്, ആവശ്യമുള്ള ഘടകങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പോളിനേഷൻ നടത്താറുണ്ട്. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് അറിയുന്നത്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് അറിയുന്നത്. ഹൈബ്രിഡൈസേഷൻ എന്തിനു വേണ്ടിയാ? ടു അറ്റൈൻ ദി ഡിസൈറബിൾ ക്വാളിറ്റീസ്, നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പോളിനേഷൻ ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഞാൻ ഇവിടെ 2 പൂക്കളുണ്ടെന്ന് വിചാരിക്കുക. രണ്ട് പൂക്കൾ ഞാൻ അതിന്റെ ബഡാണ് വെച്ചിരിക്കുന്നത്.
എക്സ്പോസ്ഡ് ഫ്ലവേഴ്സ് അല്ല, ബഡ് കണ്ടീഷൻ ഫ്ലവേഴ്സ്. അതിൽ ഒന്ന് റെഡും മറ്റൊന്ന് വൈറ്റുമാണ്. ഒന്ന് റെഡും മറ്റൊന്ന് വൈറ്റും. എനിക്കിത് ക്രോസ് ചെയ്യണം. ഇത് തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് എനിക്ക് പോളിനേഷൻ നടത്തുന്നത്. എനിക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ക്വാളിറ്റി. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സിൽ നിന്നും സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യണം. എന്ത് വിളിക്കണം? സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ പ്രോസസ് എന്താ? സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യും. അറിയപ്പെടുന്ന സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യണം. ആ സ്റ്റേമൻസിനെ റിമൂവ് ചെയ്ത ഇപ്പൊ ഇതിൽ നിന്നാണ് ഞാൻ സ്റ്റേമൻസ് റിമൂവ് ചെയ്തത്. ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സ്റ്റേമൻസിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആർട്ടിഫിഷ്യലായിട്ട് ഇവിടുത്തെ സ്റ്റേമൻസിനെ ഇങ്ങോട്ടേക്ക് വൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ മെയിൽ ആയിട്ടും ഇതിനെ ഫീമെയിലുമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്നുള്ള പോളൻ ജെയിൻസിനെയാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വൈറ്റിൽ നിന്നുള്ള പോളൻ ജെയിൻസിനെ റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കും. ഓക്കെ, സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി വൈറ്റിൽ നിന്നുള്ള പോളൻ ജെയിൻസിനെയും റിമൂവ് ചെയ്യണം. പോളൻ ജെയിൻസിനെ അല്ലെങ്കിൽ സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ എന്ന് അറിയപ്പെടും. ഇത് വിളിക്കാം ഇമാസ്കുലേഷൻ. ഇറ്റ് ഈസ് ദി റിമൂവൽ ഓഫ് stamens. റിമൂവൽ ഓഫ് stamens. റെഡിൽ നിന്നും സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാ. കാരണം ആ സ്റ്റേമൻസിനാണ് എന്താ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി വൈറ്റിൽ നിന്ന് സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്നില്ല. വൈറ്റിൽ നിന്ന് സ്റ്റേമനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ സെൽഫ് പോളിനേഷൻ നടക്കും. ഓക്കേ, അപ്പോൾ സ്റ്റേമനെ റിമൂവ് ചെയ്തു. അതാണ് ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് സ്റ്റേമൻസ്. രണ്ടാമത്തേത് ഇതിനെ ഞാൻ പോളിനേഷൻ നടത്തിയതിനു ശേഷം ഇതിനെ എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് റാപ്പ് ചെയ്യണം. പോളിത്തീൻ ബാഗ് കൊണ്ട് റാപ്പ് ചെയ്യുന്നു. റാപ്പ് ചെയ്യാൻ വെച്ചാൽ ചുറ്റിക്കെട്ടുക. പോളിത്തീൻ ബാഗ് കൊണ്ട് റാപ്പ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാ? സപ്പോസ് ഇവിടെ ഞാൻ പോളിത്തീൻ ബാഗ് കൊണ്ട് റാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കവർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റെന്തെങ്കിലും പോളിനേഷൻ നടക്കാം. വേറെ ഏതെങ്കിലും പോളിനേഷൻ നടക്കത്തില്ലയോ? ചിലപ്പം ഇൻസെക്ട് വഴി പോളിനേഷൻ നടക്കാം, ചിലപ്പം വാട്ടർ വഴി പോളിനേഷൻ നടക്കാം, ചിലപ്പം കാറ്റ് വഴി വിൻഡ് വഴി പോളിനേഷൻ നടക്കാം. ആ പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് അതിനെ റാപ്പ് അപ്പ് ചെയ്യണം, ചുറ്റിക്കെട്ടി വെക്കണം. ആ റാപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബാഗിംഗ് എന്ന് അറിയപ്പെടും. ഇസ് കോൾഡ് ബാഗിംഗ്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ രണ്ട് സ്റ്റെപ്സ് ആണ്. ഒന്ന് ഇമാസ്കുലേഷൻ, മറ്റൊന്ന് ബാഗിംഗ്. ഇമാസ്കുലേഷൻ, മറ്റൊന്ന് ബാഗിംഗ്. What is emasculation? It is the removal of stamens. It is the removal of stamens from the flower bud. എവിടുന്നേ? ബഡ് കണ്ടീഷനിൽ തന്നെ റിമൂവ് ചെയ്യണം. ഒരു പക്ഷേ ആ ഫ്ലവർ അങ്ങ് എക്സ്പോസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ, വിടർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നടക്കത്തില്ല? വിടർന്നു പോയി കഴിഞ്ഞാൽ അതിന് സെൽഫ് പോളിനേഷൻ നടന്നു കാണും. അതുകൊണ്ട് വിടരുന്നതിന് മുന്നേ ആ ബഡിൽ നിന്നും ഫ്ലവറിനെ റിമൂവ് ചെയ്യണം, സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യണം. വിടരുന്നതിന് മുന്നേ ഫ്ലവർ ബഡിൽ നിന്നും സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യണം. ഇമാസ്കുലേഷൻ. ആ ഇമാസ്കുലേറ്റ് ചെയ്യേണ്ട ഇമാസ്കുലേറ്റ് ചെയ്യുന്ന ആ സ്ട്രക്ചർ അതിനെ വിളിക്കുന്ന പേരാണ് ഫോർസെപ്സ് എന്നറിയപ്പെടും. ഫോർസെപ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് നിബ് പോലെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടില്ല ചില ബേക്കറികളിലൊക്കെ പപ്സ് ഒക്കെ എടുത്ത് തരാൻ വേണ്ടി ഒരു ക്ലിപ്പ് ഇല്ലയും ഇങ്ങനെ പിടിച്ച് നമുക്ക് എടുത്ത് തരുന്നത്, അതേ ഒരു ക്ലിപ്പാണ് ഫോർസെപ്സ്. ഫോർസെപ്സിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റൂ? സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യാം. സപ്പോസ് നമ്മുടെ ബൈ ഹാൻഡ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് മാറും. അങ്ങനെ പോളിനേറ്റിംഗ് ഏജന്റ് ആയി മാറാതിരിക്കാൻ ഫോർസെപ്സിന്റെ സഹായത്തോടു കൂടി പോളൻ ഗ്രെയിൻസിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യണം. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഇമാസ്കുലേഷൻ. ഇനി ഇമാസ്കുലേഷൻ കഴിഞ്ഞ് ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിനെ പോളിത്തീൻ ബാഗ് കൊണ്ട് റാപ്പ് അപ്പ് ചെയ്യണം. റാപ്പ് ചെയ്യാൻ മീൻസ് ചുറ്റിക്കെട്ടുക. എന്തിനു വേണ്ടി ചുറ്റിക്കെട്ടുന്നേ? ടു പ്രിവെന്റ് ദി അൺവാണ്ടഡ് പോളിനേഷൻ. അതിനകത്തേക്ക് മറ്റ് പോളിനേഷൻ നടക്കാം. സപ്പോസ് ഇവിടുന്ന് നമ്മൾ സ്റ്റേമൻസിനെ റിമൂവ് ചെയ്തു, എന്നിട്ട് ആ ഫ്ലവർ നമ്മൾ അതേപോലെ വെച്ചിരിക്കുക, റാപ്പ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
വേറെ ഏതെങ്കിലും ഒരു ഏജന്റ്, അതിലിപ്പോൾ ഇൻസെക്റ്റ് ആകാം, ചിലപ്പോൾ വിൻഡ് ആകാം, ചിലപ്പോൾ ഒരു ബേർഡ് ആകാം, ചിലപ്പോൾ ഒരു അനിമൽ ആകാം, അതുവഴി എന്ത് ചെയ്യാം, പോളിനേഷൻ നടക്കാം. അങ്ങനെ പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ബാഗിനെ, നമ്മൾ ആ ഫ്ലവറിനെ ബാഗ് കൊണ്ട് റാപ്പ് ചെയ്യുന്നത്, ചുറ്റിക്കെട്ടി വെക്കുന്നത്. The process is called bagging. Okay, it is the wrapping up of emasculated flower with the help of polythene bag. It is called bagging. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ രണ്ട് സ്റ്റെപ്പ്, ഒന്ന് ഇമാസ്കുലേഷൻ, മറ്റൊന്ന് ബാഗിംഗ്. ഒന്ന് ഇമാസ്കുലേഷൻ, മറ്റൊന്ന് ബാഗിംഗ്. പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഗാമീറ്റ് ട്രാൻസ്ഫർ എന്നറിയപ്പെടുന്ന പ്രോസസ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷനും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ്. ഓക്കെ.